ഹലോ ഹായ് എവ്രി വൺ. നമ്മളിന്ന് ഈ ഒരു റൂമാണ് വൃത്തിയാക്കാനായിട്ട് പോകുന്നത്. ഇത് ബേസിക്കലി നമ്മുടെ വീടിൻ്റെ ഒരു ഗസ്റ്റ് റൂമാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു കോലം കണ്ടോ, ഇത് ശരിക്കും ഒരു സ്റ്റിച്ചിങ് റൂം അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രയൽ റൂം അങ്ങനെയൊക്കെയാണ്. കൂടുതലും ഇതിൻ്റെ അകത്ത് അമ്മയുടെ ഡ്രസ്സുകളാണ് ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന കുറേയധികം ഡ്രസ്സുകൾ എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓർഗനൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വൃത്തിയാക്കലിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വൃത്തിയാക്കാൻ പോകുന്നത് ഈ ഒരു ബെഡിൽ കിടക്കുന്ന ഡ്രസ്സുകളാണ്. കാരണം കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളൊരു പർച്ചേസിന് പോയി വാങ്ങിച്ച കുറച്ച് സാരീസാണ് ഇവിടെ ഈ ഒരു ബെഡിൽ കിടക്കുന്നത്. അപ്പോൾ അത് ആദ്യമേ അങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഗ്രീൻ അൽമാരയില്ലേ, അതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ബെഡിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയാലല്ലേ അതുകൂടി ഇട്ടിട്ട് നമുക്ക് മടക്കി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരറ്റത്തുനിന്ന് ഞാൻ ഈ സാരീസ് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച സാരീസാണ്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഉടുത്തൊക്കെ നോക്കുമല്ലോ. ഇത് ഞങ്ങളുടെ ഒരു ട്രയൽ റൂമാണ് കേട്ടോ. ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് നമ്മൾ ആദ്യം ഒന്ന് ഉടുത്ത് കൊള്ളാമോ എന്നൊക്കെ നോക്കത്തില്ലേ, അതേപോലത്തെ ഒരു കേസ്. അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുവന്ന സാരീസും അല്ലാതെ നമ്മൾ കഴുകിയിട്ട് ഉണക്കിക്കൊണ്ടിടുന്ന എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അങ്ങനെ ഒരു റൂം. അപ്പോൾ അതേപോലത്തെ ഒരു റൂമായത്. അപ്പോൾ കഴുകി കൊണ്ടിട്ടിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഞാനിങ്ങനെ മടക്കി വെച്ച് ഓരോരുത്തരുടെയും റൂമിലോട്ടുള്ളത് സെപ്പറേറ്റ്ലി മടക്കി കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ അകത്തുള്ളത് സാരീസ് ആയതുകൊണ്ട് തന്നെ ഞാനത് നല്ല വൃത്തിക്ക് മടക്കി, കൂടുതലും ഒരു ഷിഫോൺ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഫാൻസി ടൈപ്പ് സാരീസ്. അപ്പോൾ അത് മടക്കി അത് ഒന്ന് ശരിയായി വരാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, എനിവേ ഞാൻ ആ സാരീസുകൾ ആദ്യം മടക്കി മാറ്റി. ഇനി ആ കട്ടിലയിൽ അങ്ങ് ഇങ്ങൊക്കെ ആയിട്ട് കുറേ ഡ്രസ്സുകൾ കിടപ്പുണ്ട്. ഞാൻ അതെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഒരുമിച്ച് മടക്കാൻ പോവുകയാണ്. ഇന്ന് ഫുൾ ശരിക്കും ഡ്രസ്സ് മടക്കൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അനിയൻ്റെ ഉണ്ട്, പപ്പയുടെ ഉണ്ട്, അമ്മയുടെ ഉണ്ട്, എൻ്റെ ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഒരു മിക്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെഗ്രിഗേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോരുത്തരുടെയും ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കി 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 മാറ്റി വെക്കുകയാണ്. കൂട്ടത്തിൽ അമ്മ ദാഹിക്കുമ്പോൾ വെള്ളമൊക്കെ കൊണ്ട് തരുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു ഇന്നത്തെ ഈ ഒരു പണി. ഇപ്പം ഞാൻ സ്പീഡ് കൂട്ടി ഇട്ടേക്കായാലും ഇത് വലിയൊരു ലോങ് പ്രോസസ്സാണ്. മടക്കി ഒതുക്കി വെക്കുകയാണ്. ഒരു റൂമിലാണെങ്കിലും ഫുൾ ഓഫ് ഡ്രസ്സസ്സാണ്. അപ്പോൾ അത് ഒരിടത്തുനിന്ന് മടക്കി ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ബട്ട് എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരറ്റത്തുനിന്ന് അങ്ങ് തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ഒരറ്റുന്നത് കാരണം ഈ വീട്ടിൽ അമ്മയ്ക്ക് അങ്ങനെ താല്പര്യമില്ല ഡ്രസ്സ് അങ്ങനെ മടക്കി എടുത്തു വെക്കുന്നതിന്. പപ്പയുടെ ആ ഒരു ടച്ചാന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. പപ്പ പിന്നെയും ഡ്രസ്സുകൾ മടക്കാനും എടുത്തു വെക്കാനും ഒക്കെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ അതൊന്ന് ഒതുക്കിയതിന് ശേഷം വീണ്ടും അമ്മ വന്നിരിക്കുകയാണ്. നീ അങ്ങനെ മടക്കി വെക്കണേ, നീ ഇങ്ങനെ എടുക്കണേ, എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സജഷൻസൊക്കെ പറയാനും എനിക്കൊരു കൂട്ടിനുമൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരറ്റത്തുനിന്ന് ഞാൻ അലമാരിയിൽ ഇത് കണ്ടോ, പലപ്പോഴായിട്ട് ഞാൻ മടക്കി കൊടുത്തതാണ്. പക്ഷേ അത് അലമാരിയിലെടുത്ത് വെക്കാത്തത് കൊണ്ട് അമ്മ ഇഷ്ടമുള്ളപ്പോൾ ഏതെങ്കിലുമൊക്കെ തട്ടിലെടുത്ത് വെക്കും. അതാണ് പ്രശ്നം. സാരീസ് ഒന്നും ശരിക്കും ഈ റൂമിലല്ല, സാരീസൊക്കെ അപ്പുറത്തെ റൂമിലെ വാൾഡ്രോബിലാണ്. പക്ഷേ ഇതൊരു മിക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സാരീസൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ബാഗുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന വീഡിയോ താമസിക്കാതെ ഞാൻ ഇടുന്നതായിരിക്കും. അതേപോലെ ആ ഒരു ബാഗുകൾ ഇത് ഈ കുർത്തിക്ക് വേണ്ടിയിട്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വന്ന് കഴിയുമ്പോൾ ഈ സൽവാറും കുർത്തിയൊക്കെ വീണ്ടും ആ ബാഗിലേക്ക് തന്നെ മാറ്റാം. ഞാനൊരു ലിങ്ക് കൊടുക്കാം. കാരണം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇങ്ങനെ ഒത്തിരി അങ്ങ് ഓർഗനൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരിക്കൽ അത് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇരിക്കും. കണ്ടോ, വീണ്ടും ഒരു ബെഡിൽ തുണി മടക്കിയതിന് ശേഷം വീണ്ടും ഒരു ബെഡ് തുണിയായി. അപ്പോൾ ഒരറ്റത്തുനിന്ന് വീണ്ടും മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് റാൻഡമായിട്ട് സാരീസ് ഉണ്ട്, സൽവാസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഈ സൽവാസൊക്കെ മടക്കുന്ന സമയത്ത് അകത്ത് അതിൻ്റെ പാൻറ്റും ഷോളും ഒക്കെ അതിൻ്റെ അകത്ത് തന്നെ മടക്കി വെക്കും. അപ്പോൾ അത് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഭയങ്കര മെസ്സപ്പായി പോകും. പിന്നെ ഒരെണ്ണം എടുക്കുമ്പോൾ വീണ്ടും അടുത്ത വീണു, പിന്നെ അതെന്ത് ചെയ്യുന്നൊക്കെ നോക്കി തപ്പി പറക്കിയൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പോൾ സുഖമാണ്. അതിൻ്റെ തന്നെ എടുത്ത് വെക്കുമ്പോൾ അത്ര കൂടെ എളുപ്പമാണ്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. അപ്പോൾ എന്തായാലും ഒരറ്റത്തുനിന്ന് ഞാനങ്ങനെ മടക്കി ഫുള്ളൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഞാൻ സ്പീഡിലിട്ട് പോവുകയാണ്. വീണ്ടും വിശക്കുമ്പോൾ ഒക്കെ എനിക്ക് കൊണ്ടുതരുന്നുണ്ട്. ഓക്കെ, പിന്നെയും ഇട്ടിരുന്ന ഡ്രസ്സും കഴുകാനുള്ള ഡ്രസ്സും ഒക്കെ മിക്സപ്പ് ആയിട്ട് ഇങ്ങനെ കിടക്കുക. അതൊക്കെ ഞാനിങ്ങനെ മാറ്റി സെഗ്രിഗേറ്റ് ചെയ്ത് ഉണക്കാനുള്ളതൊക്കെ മാറ്റി അവസാനം ഈ ഒരു പ്രോഡക്റ്റാണ്. ഞാൻ അത് വീണ്ടും ഡേർട്ടൊക്കെ മാറ്റി മടക്കിയ ഡ്രസ്സുകളൊക്കെ അതായത് സ്ഥലത്തൊക്കെ എടുത്തു കൊണ്ടുവച്ചു. അങ്ങനെ ഫൈനലി ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ ഈ സൈഡിൽ ഇരുന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് ക്ലീനപ്പാണ്, ഒരു ഡീപ്പ് ക്ലീനാണ് ചെയ്തത്.
ഒത്തിരി ഫാൻസി ആയിട്ടുള്ള ഡെക്കറേഷൻ അല്ല, ബട്ട് സ്റ്റിൽ എല്ലാം ഒന്ന് വൃത്തിയാക്കി അതേപോലെ അൽമാരിയിൽ ഒന്ന് അടുക്കി വെച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.